നമസ്കാരം. റെയ്ക്കിയുടെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. റെയ്ക്കി പരമ്പരാഗത ചികിത്സാ രീതിയാണ്. മരുന്ന് ഉപയോഗിക്കാതെ എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്താനുള്ള കഴിവ് റെയ്ക്കിക്കുണ്ട്. റെയ്ക്കി പ്രപഞ്ചത്തിൽ നിന്ന് ഓറയും ചക്രങ്ങളും വഴി പ്രവഹിച്ച് കൈവെള്ളകളിലൂടെ വന്ന് കൈകൾ വയ്ക്കുന്നു രോഗമുള്ള സ്ഥാനത്ത്. ആ സമയം രോഗം അവിടെ നിന്ന് മാറുന്നു. അപ്പോൾ റെയ്ക്കി പ്രപഞ്ച ഊർജത്തിലൂടെയുള്ള സൗഖ്യം ആണ്. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനുകൂല തരംഗങ്ങൾ അഥവാ പോസിറ്റീവ് എനർജി ജീവജാലങ്ങളിൽ ശരിയായി പ്രവർത്തിക്കുമ്പോഴാണ് രോഗപ്രതിരോധ ശേഷി കൈവരുന്നത്. ജീവനും ജഡവും, അതായത് ചേതനയും അചേതനയും തമ്മിലുള്ള ബന്ധത്തെ ദൃഢമാക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് റെയ്ക്കി. കാലാനുസൃതമായി രൂപപ്പെട്ട പല ചികിത്സാ രീതികളിൽ ഒന്നാണ് റെയ്ക്കി. മറ്റു പല ചികിത്സാ രീതികളും ഭൗതിക പദാർത്ഥങ്ങളെ ആശ്രയിക്കുമ്പോൾ റെയ്ക്കി പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സൂക്ഷ്മമായ നോൺ ഫിസിക്കൽ ലൈഫ് ഫോഴ്സ് എനർജി ആണ് രോഗശമനത്തിനായി ഉപയോഗിക്കുന്നത്. ഇത് DNA ക്രോമസോൺ ടിലോമറുകളുടെ മുരടിപ്പിനെ തടയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വാർദ്ധക്യം പെട്ടെന്ന് വന്നു ഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരാൾക്ക് ഒഴിവാകാൻ സാധിക്കും. ക്രോമസോൺ ടിലോമറുകളുടെ മുരടിപ്പാണ് വാർദ്ധക്യത്തിൻ്റെ നിദാനമായിട്ട് പറയുന്നത്. അപ്പോൾ നോൺ ഫിസിക്കൽ ലൈഫ് ഫോഴ്സ് ആയിട്ടുള്ള ഈ എനർജി രോഗശമനത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരാളിൽ റിജുവിനേഷൻ സംഭവിക്കുന്നു. ഇതിനെ ബദൽ ചികിത്സാ രീതി എന്നോ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു തലം ബോഡി മൈൻഡ് സോൾ ഇക്വിലിബ്രിയം, അതായത് ആത്മീയമായിട്ടുള്ള ഒരു വശം കൂടി ഇതിനുണ്ട്. ആത്മീയ സൗഖ്യം, സ്പിരിച്വൽ ഹീലിംഗ് എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുമുണ്ട്. ഊർജ്ജ കൈമാറ്റം എങ്ങനെ നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിലെ പോസിറ്റീവ് എനർജി മറ്റൊരാളിലേക്ക് പ്രവഹിക്കുമ്പോൾ അവിടെയുള്ള നെഗറ്റീവ് എനർജി നീക്കം ചെയ്യപ്പെടുന്നു. പകരം പോസിറ്റീവ് എനർജി നിറയുകയും ചെയ്യുന്നു. അപ്പോൾ എനർജി ഒരാളിൽ കൂടി ഇങ്ങനെ ഒരു ഉപാധിയായിട്ടാണ് കടന്നു പോകുന്നത്, അല്ലാതെ ഒരാളുടെ എനർജി അല്ല. അപ്പോൾ പോസിറ്റീവ് എനർജി പ്രപഞ്ചത്തിൽ നിന്ന് ഒരാളിൽ നിന്ന് കപാലകുണ്ടലങ്ങൾ വഴി കൈവെള്ളകളിലൂടെ പുറത്തേക്ക് പ്രവഹിക്കുന്ന ഒരു ചാലക ശക്തിയാണ് ഒരു റെയ്ക്കി ഹീലർ. അപ്പോൾ പോസിറ്റീവ് എനർജി ഒരു രോഗിയിൽ നിറയുകയും നെഗറ്റീവ് എനർജി ഡിസ്ട്രാക്ട് ചെയ്ത്, അതായത് ഗ്രൗണ്ടിങ് ചെയ്ത് ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത് പോവുകയും ചെയ്താണ് ഈ രോഗശമനം സംഭവിക്കുന്നത്. അപ്പോൾ സ്വീകരണവും പ്രവാഹവും ആദാനവും പ്രദാനവും ഇവിടെ സംജാതമാകുന്നു. ഊർജം പ്രധാനമായും സ്വീകരിക്കുന്നത് തലയിലൂടെയാണ്. കൈകളിലൂടെയും കാലുകളിലൂടെയും ഈ ഊർജം പുറത്തേക്ക് പ്രവഹിക്കുന്നു. അപ്പോൾ ആചാരങ്ങളിലെ ശാസ്ത്രം അനുസരിച്ച് ഹിന്ദു ആചാരപ്രകാരം മുതിർന്നവരുടെ പാദം സ്പർശിക്കുമ്പോൾ, തൊട്ട് വണങ്ങുമ്പോൾ അവരുടെ പാദങ്ങളിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നമ്മളുടെ ശിരസിലേക്ക് പ്രവഹിക്കുന്നു. അതുപോലെ മുതിർന്നവർ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോഴും ഈ ഊർജ കൈമാറ്റം നടക്കപ്പെടുന്നു. അപ്പോൾ ആത്മീയ പിൻബലം ഇതിനുണ്ട്. ക്രിസ്തീയ വിശ്വാസപ്രകാരവും ഇതേ രീതിയിൽ പുരോഹിതർ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ പോസിറ്റീവ് എനർജിക്കൊപ്പം ആത്മീയമായ ഒരു പിൻബലം കൂടി അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ പ്രഭാവലയമാണ് ഇവിടെ ആ സമയത്ത് പ്രകാശപൂരിതമാകുന്നത്. അഥവാ ഓറ. ഓറയാണ് ആരോഗ്യവും നമ്മുടെ ശരീരത്തെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു കവചമാണ് ഈ പ്രഭാവലയം അഥവാ ഓറ. എല്ലാ ജീവവസ്തുക്കൾക്കും അചേതന വസ്തുക്കൾക്കും ഈ പ്രഭാവലയമുണ്ട്, ഓറയുണ്ട്. നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഓറ ജനിച്ച് അതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഫിസിക്കൽ ബോഡി ഫോർമേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ പ്രഭാവലയത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് പലപ്പോഴും നമ്മെ രോഗികളാക്കുന്നത്. അപ്പോൾ ലളിതമായിട്ടുള്ള ഒരു പരീക്ഷണം, നമ്മളിങ്ങനെ രണ്ട് തന്തുവിരലും ചൂണ്ടുവിരലും ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ച് സാവധാനം ഇങ്ങനെ അകറ്റിയാൽ ഇതിൻ്റെ അവയ്ക്കിടയിൽ ഒരു നേർത്ത അഫ്രപാളി ഇങ്ങനെ നമുക്ക് നമ്മളുടെ കണ്ണിൽ അത് ദൃശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഓറ ആദ്യമായിട്ട് സെൻസ് ചെയ്യാൻ പഠിക്കുന്നത്. പിന്നെ രണ്ട് കൈകളും ഇങ്ങനെ പരസ്പരം അഭിമുഖമായിട്ട് പിടിച്ചും ഓറയെ സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദൈവങ്ങളുടെയും പുണ്യപുരുഷന്മാരുടെയും ചിത്രങ്ങൾക്ക് ചുറ്റും തിളങ്ങുന്ന പ്രഭാവലയം കാണുന്നുണ്ട്. അപ്പോൾ പ്രഭാവലയത്തിലെ തകരാറുകളാണ് രോഗങ്ങൾക്ക് കാരണം. അപ്പോൾ പ്രഭാവലയം അത്
ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ബോഡിയിലുള്ള രോഗം മാറിപ്പോകുന്നു എന്നുള്ളതാണ് റേക്കി ചികിത്സയുടെ പ്രധാന തത്വം. ഇപ്പോൾ ഓറയിലുണ്ടാകുന്ന വിള്ളലുകളും അതുപോലെ തന്നെ മുറിവുകളും ചുളിവുകളും ഇമോഷണൽ ആയിട്ടുള്ള ഒരു സഫോക്കേഷൻസും ഇതെല്ലാം ഓറയിൽ പല രീതിയിലുള്ള വിള്ളലുകളും ഇതെല്ലാം ഉണ്ടാകും. അത് ക്രമേണ ശരീരത്തിലെ മാരകങ്ങളായിട്ടുള്ള രോഗങ്ങൾ ആയിത്തീരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ വിള്ളലുകളെല്ലാം നമ്മൾ അടയ്ക്കുകയും ഈ തടഞ്ഞിരിക്കുന്ന, അതായത് കാർമികമായിട്ടുള്ള നെഗറ്റീവ് എനർജി നമ്മളുടെ ഓറയിൽ അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കുന്നതിനെ നമ്മൾ നീക്കം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ റേക്കി കൊണ്ട് അതിനെ നീക്കം ചെയ്യാൻ സാധിക്കും. ആ സമയത്ത് രോഗം സുഖം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. റേക്കി പ്രധാനമായും 2 രീതിയിലാണ് നൽകുന്നത്. നേരിട്ടുള്ള രീതി, അതായത് രോഗിയുടെ ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ, ചക്രങ്ങളിൽ കൈകൾ വെച്ച് നേരിട്ട് ഊർജ്ജം നൽകുന്നു. അതുപോലെ ദൂര ചികിത്സ, ഡിസ്റ്റൻറ്റ് റേക്കി, ദൂരെയുള്ള ഒരാളുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഊർജ്ജ തരംഗങ്ങൾ അയക്കുന്ന രീതിയാണിത്. റേഡിയോയിലെ ഫ്രീക്വൻസി മാറ്റുമ്പോൾ വ്യത്യസ്ത പ്രോഗ്രാമുകൾ ലഭിക്കുന്നത് പോലെ റേക്കി തരംഗങ്ങളും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ അയക്കപ്പെടുന്നു. ഇത് ഫലപ്രദമാകാൻ അയക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളും തമ്മിൽ മാനസികമായോ ആത്മീയമായോ ഒരു ബന്ധം, അറ്റ്യൂൺമെൻറ്റ്, കണക്ഷൻ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ റേക്കി എന്ന് പറയുന്ന ശക്തി വിശേഷം, റേക്കി അതായത് പ്രപഞ്ച ജീവശക്തി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് നമ്മളുടെ ക്രോമസോൺ ടെലോമറുകളുടെ മുരടിപ്പിനെ, അതായത് എൻഡിൽ ഉള്ള ക്രോമസോൺ ടെലോമറുകളുടെ മുരടിപ്പിനെ മറികടക്കുകയും നമുക്ക് ദീർഘായുസ് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരാൾ രോഗിയാണെങ്കിലും ദീർഘകാലം ജീവിക്കാനുള്ള ഒരു സാധ്യത റേക്കിയിലൂടെ സംജാതമാകുന്നു. എല്ലാവരും റേക്കി പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു വീട്ടിൽ ഒരാളെങ്കിലും റേക്കി പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.